ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് പിന്നെ 3 ഓത്തൻറ്റിക് ഡിഷസ് ആണ് 3 മണിക്കൂറിന് ഉണ്ടാക്കിയത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വ്ലോഗാണിത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നത് പറയണം കേട്ടോ. നമ്മൾ ഇത്തവണ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് 3 ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ബീഫ് വെച്ചിട്ട് ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, ഇത്രയും ഒരു ചെറിയ ഫാമിലിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ സ്റ്റൂവും ചിക്കൻ തേങ്ങ വറുത്തരച്ചതും ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വ്ലോഗ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബീഫിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ബീഫിൽ ഞാനിപ്പം കുരുമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അത്യാവശ്യം മസാലയൊക്കെ കൂടി ഇട്ടിട്ട് ബീഫ് ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണേ. ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം ഒരു മണിക്കൂർ. ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാനൊരു മൺചട്ടിയിലാണ് ഇത് സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് ഇടേണ്ട വേറെ സാധനമാണ് ഈ സുഗന്ധദ്രവ്യങ്ങൾ, സ്പൈസസ്. ഇതിലോട്ട് ഇതിൻ്റെ പച്ചവെണ്ണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് പിന്നെ കൃഷി, അതായത് പേസ്റ്റ് ആക്കില്ല, ചെറുതായിട്ട് നമ്മൾ പൊടിവിലായിട്ട് അരിഞ്ഞാൽ മതിയേ. ഇത് ചോപ്പറിൽ തന്നെയാണ് അരിഞ്ഞതൊക്കെ. ഇഞ്ചി അതുപോലെ ഇഞ്ചി ഇത്രേൻ്റെ ആവശ്യമില്ല, പകുതി മതി. ശകലം കുരുമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചുമ്മാ ഒരു എന്താ പറയുക, സ്റ്റൂ കഴിക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇങ്ങനെ കുരുമുളക് കടിക്കാൻ. അല്ലാതെ കുരുമുളക് ഇടും, ഇത് പച്ചക്കുരുമുളക് ചുമ്മാ ഇടുന്നതാണ്. ഇത് ശകലം ചെറിയുള്ളിയാണ്, ചെറിയുള്ളിയും പിന്നെ പച്ചമുളക്. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. എനിക്കിവിടെ അത്യാവശ്യം നമ്മുടെ സ്പൈസി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും മുളക് ഇട്ടത്. അടുത്ത സവാള ഇടാം. സവാള അങ്ങനെ അത്ര വരളേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെ ഭയങ്കര എന്താ ഭംഗിക്കറിഞ്ഞ സവാളയൊന്നും അല്ല. ഇത് ഞാൻ ചോപ്പറിട്ട് ചോപ്പ് ചെയ്തതാണ്. ബേസിക്കലി നമ്മളങ്ങനെ ഫുഡ് ബ്ലോഗറൊന്നും അല്ലല്ലോ. ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് വരണ്ട് കുറച്ചൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിടാം. ശരിക്കും ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ മപ്പാസ് എന്നൊക്കെ പറയുന്ന സാധനം ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴ ഭാഗത്താണ് കുറച്ചുകൂടെ പോപ്പുലർ. ആലപ്പുഴ കോട്ടയം ഭാഗത്തൊക്കെയാണ് കുറച്ച് പോപ്പുലർ. ഞാൻ ചിക്കൻ സ്റ്റൂ ശരിക്കും കഴിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മ നല്ല കുക്കായിരുന്നു, അടിപൊളി കുക്കാകുമ്പോൾ. അവർ കുട്ടനാട്ടിലായിരുന്നു. അപ്പോൾ അമ്മമ്മയുടെ ഒരു ഭയങ്കര അടിപൊളി സാധനമാണ് ഈ ചിക്കൻ സ്റ്റൂവും പിന്നെ അതുപോലെ തന്നെ അമ്മമ്മ കരിമീൻ്റെ മപ്പാസൊക്കെ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ എന്താ നിർവാണ എന്ന് പറഞ്ഞ് കഴിക്കത്തില്ലേ, അതിൻ്റെ ഓൾഡ് വേർഷനാണ് മപ്പാസ് എന്ന് പറയുന്നത്. ആക്ച്വലി മപ്പാസ് ഈ നിർവാണക്കാട്ടിലും ഭയങ്കര സൂപ്പറായിരുന്നു. മപ്പാസൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അമ്മമ്മയുടെ. ഇത് ശരിക്കും കൊല്ലം ഭാഗത്തൊന്നും അങ്ങനെ ഈ ചിക്കൻ സ്റ്റൂ അത്ര പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു. എൻ്റെ ഹസ്ബൻഡ് അത്ര ഇഷ്ടമൊന്നുമല്ല ചിക്കൻ സ്റ്റൂ ഞാൻ എൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഉണ്ടാക്കുന്നത്. പുള്ളിക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള സാധനം, തേങ്ങാപ്പാലിനെക്കാട്ടി കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള ഇഷ്ടം. അതുകൊണ്ട് ബാക്കിയുള്ള ചിക്കൻ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ കേട്ടോ കുറച്ച് മാറിയ ഒരു സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ ആയിരിക്കും. അത്ര ഇതിലോട്ട് നമ്മൾ അങ്ങോട്ട് ഉള്ളൊക്കെ ഇട്ടിട്ട് അമ്മൂമ്മ പണ്ടിങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് കൂടുതലിടുമായിരുന്നു. കൂടുതലിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലായ്പ്പോഴും അങ്ങനെ ചിക്കനൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല. ഇങ്ങനെ വെക്കേഷനും മക്കളെല്ലാവരും വരുമ്പോഴത്തേക്കുമാണ് ചിക്കനൊക്കെ വാങ്ങിക്കാം. അപ്പം അംഗങ്ങൾ ഭയങ്കര. ഞാനിപ്പോൾ ഇതിലൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു, പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു, അത്രേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ പ്രധാന സാധനം
ഇത് നമ്മുടെ രണ്ടാം പാലാണ്. ഇത് കിടന്നാണ് ഇതിലങ്ങോട്ട് വേവിടുന്നത്. നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. അതിന് അവിടെ കിടക്കട്ടെ. ഇവിടെ നമ്മൾ മാറിനേറ്റ് ചെയ്തത് ബീഫൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി ഇവനെ എടുത്ത് നമ്മളങ്ങോട്ട് വേവിക്കാൻ വയ്ക്കുവേ. ഉപ്പൊക്കെ ഇട്ട് നമ്മളിനി ഫസ്റ്റ് തേങ്ങാപ്പാൽ തീയങ്ങ് അണച്ച് ഇനി ചട്ടി തന്നെ കിടന്നങ്ങ് ഇതായിക്കോളും. കൂടുതൽ തിളപ്പിക്കാൻ പോയാൽ കുളമായിക്കോളും. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചില ആൾക്കാർ കളറ് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കാഷ്നട്ട് മിക്സ് ചെയ്യാറുണ്ട്. കാഷ്നട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ അത് ഇരുന്ന് റെഡി ആയിക്കോളും. അതിന് അടുത്തോണ്ട് തേങ്ങ അരച്ച ചിക്കൻ കറിയാണോ അത് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം മൂത്തു. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഞാനിത് നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ പാത്രം മൺചട്ടി വാങ്ങി വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലും നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് പച്ചമുളകൊക്കെ സവാള ഞാൻ എടുത്തു. ബീഫിന് നമുക്ക് കൊച്ചുള്ളി ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് സവാള ഞാൻ മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ടുണ്ട്. ചിക്കന് ഈ സമയത്ത് തന്നെ ഇത്ര വെച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാം കൂടെ കിടന്നങ്ങ് സെറ്റായിക്കോളും. തക്കാളി ഉള്ളിയും എല്ലാം കൂടെ കിടന്നങ്ങ് പിടിച്ചോളും. കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ഇത്ര ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കിയിട്ടാണ് നമ്മൾ ഇനി അതിൻ്റെ തേങ്ങയുടെ ഗ്രേവി ഇടുന്നത്. മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഞാനങ്ങനെ അത്ര വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ശരിക്കും തീരെ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കിട്ടുന്ന തേങ്ങയിൽ അത്ര വെളിച്ചെണ്ണയുടെ കണ്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ശകലം വെള്ളം ചേർക്കാതെ പറ്റൂല. നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളർ വരും. ഇവിടെ അത്ര വെളിച്ചെണ്ണയുടെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. നമ്മുടെ ബീഫ് നല്ല സെറ്റായിട്ടുണ്ട്. നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ബീഫിൻ്റെ ബാക്കി പരിപാടിയോട്ട് കിടക്കാം. നമ്മുടെ വറുത്തടിച്ച ചിക്കൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി സെപ്പറേറ്റ് ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. കണ്ടോ, ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി ഇതിൽ വേറെ ഗ്രേവിയുടെ ഒന്നും ആവശ്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മുടെ ബീഫ് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണ്ടേ, ഇപ്പോൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുരുമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ആക്ച്വലി തേങ്ങാക്കൊത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്.
മാൻഡേറ്ററി ഒന്നും അല്ല ചെറിയുള്ളി ഇടണമെന്ന്, പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ടേസ്റ്റായിട്ട് ഇരിക്കേണ്ടത് ചെയ്തിട്ട് ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ബീഫ് ഇട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് വഴട്ടി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതെ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ശകലം ഇച്ചിരി കുരുമുളക് കൂടൊക്കെ ഇട്ടിട്ട് ഞാനിതൊന്നും കൂടി ഇട്ട് ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഞാനേ. നല്ല നമ്മുടെ ബീഫ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കൂടുതലായിക്കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കര കട്ടിയായി പോകും. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാവേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യണ്ട. ഇത് നമുക്കിനി നല്ല ചൂടോടുകൂടി അങ്ങ് കഴിച്ചാൽ മാത്രം മതി. ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ. നല്ലോണം കുറുകിയിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങ അരച്ച ചിക്കൻ അതും നല്ല പൊളിയായിട്ടുണ്ട്. ഏറ്റവും പൊളിയായത് നമ്മുടെ ബീഫ് ഫ്രൈ ആണ്. അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.